ഇംഗ്ലീഷ് വലിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് കംപ്ലീറ്റ് ആയി പഠിപ്പിക്കുന്ന യൂട്യൂബ് വീഡിയോ സീരീസിലെ 11ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ഡെയിലി നമ്മൾ ഉപയോഗിക്കാറില്ലേ, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തും പിന്നെ അല്ലാതെ ഓഫീസിലൊക്കെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോകുമ്പം കൂട്ടുകാരെ വിളിക്കത്തില്ല, നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം, അല്ലെങ്കിൽ നമുക്ക് ലഞ്ച് കഴിച്ചാലോ, ഇങ്ങനെയൊക്കെ കുറേ സെൻറ്റൻസ് ഇല്ലേ, അല്ലെ ലഞ്ച് കഴിക്കൂ, ഇങ്ങനെയൊക്കെ നമ്മൾ കുറേ പറയത്തില്ലേ. ഇങ്ങനത്തെ സെൻറ്റൻസ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇത് നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാമെന്ന് നോക്കാം. സിമ്പിളായിട്ട് ബിഗിനേഴ്സിന് മനസ്സിലാവുന്ന രീതിക്ക് ആണ് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് സെൻറ്റൻസ് വരുന്നത് നോക്കൂ, ഹാവ് യുവർ ലഞ്ച്. ഹാവ് യുവർ ലഞ്ച് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഇപ്പം നമുക്ക് ഒരാളോട് നീ ലഞ്ച് കഴിക്കൂ എന്ന് പറയില്ലേ, ലഞ്ച് കഴിക്കൂ എന്ന് നമ്മൾ പറയത്തില്ലേ, അതിനാണ് നമ്മൾ ഹാവ് യുവർ ലഞ്ച് എന്ന് പറയുന്നത്. ഹാവ് യുവർ ലഞ്ച്. അപ്പം നമുക്ക് അതിന് മറുപടി പറയണ്ടേ? അപ്പം നിങ്ങൾക്ക് ഒരാളോട് പറയണം നിങ്ങൾ ലഞ്ച് കഴിക്കൂ എന്ന് പറയണ്ടേ? നമ്മൾ പറയല്ലേ ലഞ്ച് കഴിക്കൂ, അല്ലെ ഡിന്നർ കഴിക്കൂ എന്ന് നമ്മൾ പറയത്തില്ലേ, ഭക്ഷണം കഴിക്കൂ എന്നൊക്കെ പറയില്ലേ, അതിനാണ് ഹാവ് യുവർ ലഞ്ച് എന്ന് പറയുന്നത്. അപ്പം അതിന് ആൻസർ നമ്മൾ എന്ത് പറയും? താങ്ക് യു ഐ വിൽ. താങ്ക് യു ഐ വിൽ. ഞാൻ ആഹാരം കഴിക്കാം എന്നാണ് പറയുന്നത്. ഷുവർ ഐ എം ഗോയിങ് ടു ഹാവ് നൗ. തീർച്ചയായും ഞാനിതാ കഴിക്കാൻ പോവുകയാണ് എന്നൊക്കെയല്ലേ നമ്മൾ മറുപടി അറിയാം. ഐ ആം ഹാവിങ് മൈ ലഞ്ച്. ഇപ്പം നമ്മൾ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ പറയണത് ഓക്കെ ഗോ ആൻഡ് ഹാവ് യുവർ ലഞ്ച് എന്ന് നമ്മൾ പറയും. അപ്പോൾ അവരോടും ഇല്ല ഞാൻ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ സമയത്താണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഐ ആം ഹാവിങ് മൈ ലഞ്ച് എന്ന് പറയാൻ പറ്റും. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതായത് ഹാവ് യുവർ ലഞ്ചിൻ്റെ ആൻസേഴ്സ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു ഐ വിൽ എന്ന് പറയാം, ഷുവർ ഐ ആം ഗോയിങ് ടു ഹാവ് നൗ എന്ന് പറയാം, ഐ ആം ഹാവിങ് മൈ ലഞ്ച് എന്ന് പറയാം, പിന്നെ ഓക്കെ താങ്ക്സ് ഫോർ റിമൈൻഡിങ് മീ. ഇപ്പം ഇവിടെ ഓഫീസിലൊക്കെ ഇരിക്കും നമ്മൾ പറയത്തില്ലേ, പണി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വന്ന് പറയത്തില്ലേ ഹാവ് യുവർ ലഞ്ച് എന്ന് നമ്മൾ പറയും, പോയി ആഹാരം കഴിക്കൂ എന്ന് പറയത്തില്ലേ. അപ്പം നമ്മൾ എന്ത് പറയണം? ഓക്കെ താങ്ക്സ് ഫോർ റിമൈൻഡിങ് മീ, എന്നെ ഓർമ്മിച്ചതിന് നന്ദി എന്ന് പറയും. മനസ്സിലായോ? അപ്പം ഹാവ് യുവർ ലഞ്ച് ആഹാരം കഴിക്കൂ എന്നുള്ളൊരർത്ഥത്തിലാണ് ഹാവ് യുവർ ലഞ്ച് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത സെൻറ്റൻസ് നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, ഹാഡ് യുവർ ലഞ്ച്. ഇതിനർത്ഥം അതിന് രണ്ട് ഹാവ് യുവർ ലഞ്ചിനും ഹാഡ് യുവർ ലഞ്ചിനും വളരെ വ്യത്യാസമുണ്ട്. ഹാവ് യുവർ ലഞ്ച് എന്ന് പറഞ്ഞാൽ ആഹാരം കഴിക്കൂ എന്നാണ് അർത്ഥം. ഹാഡ് യുവർ ലഞ്ച് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ, നിങ്ങൾ ആഹാരം കഴിച്ചോ? അതായത് ഹാവ് യു ഹാഡ് യുവർ ലഞ്ചിനെ ചുരുക്കി പറയുന്നതാണ് ഹാഡ് യുവർ ലഞ്ച്. അല്ലാതെ ഹാവ് യുവർ ലഞ്ചിന് നമ്മൾ ആഹാരം കഴിക്കൂ എന്ന് പറയുന്നത് പോലെ നമുക്ക് അതിനെ പാസ്റ്റ് ടെൻസിൽ പറയുന്നതല്ല ഇത് പാസ്റ്റ് ടെൻസിലെ ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ അതേ സെയിം അർത്ഥമല്ല ഇതിന് പറഞ്ഞത്. ഇവിടെ വരുന്ന അർത്ഥം എന്താ? ഹാവ് യു ഹാഡ് യുവർ ലഞ്ച് എന്നാണ്. അതായത് നിങ്ങൾ ലഞ്ച് കഴിച്ചോ എന്ന് ചോദിക്കണം. ലഞ്ച് കഴിച്ചോ എന്ന് ചോദിക്കുന്നതിനാണ് ഇങ്ങനെ ഹാഡ് യുവർ ലഞ്ച് എന്ന് ചോദിക്കാം. നീ ലഞ്ച് കഴിച്ചോ എന്നല്ലേ ചോദിക്കുക, നീ ലഞ്ച് കഴിച്ചോ എന്ന് വെച്ചാൽ ഹാവ് യു ഹാഡ് യുവർ ലഞ്ചാണ്. ലഞ്ച് കഴിച്ചോ നമ്മൾ ചോദിക്കില്ലേ, അതിന് വേണ്ടിയിട്ടാണ് ഹാഡ് യുവർ ലഞ്ച് എന്ന് ചോദിക്കാൻ പറ്റും. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ആൻസർ എന്ത് പറയും? യെസ് ഐ ഹാവ് ഹാഡ് മൈ ലഞ്ച്. ഇപ്പം നമ്മൾ ആഹാരം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? യെസ് ഐ ഹാവ് ഹാഡ് മൈ ലഞ്ച് എന്ന് പറയും. ഇല്ലെങ്കിലോ നോട്ട് യെറ്റ് ഐ ആം എബൌട്ട് ടു. നോട്ട് യെറ്റ് ഐ ആം എബൌട്ട് ടു. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, ഞാൻ കഴിക്കാനിതാ പോവാണ്. നോട്ട് യെറ്റ് ഐ ആം എബൌട്ട് ടു. ഇനി നോ ഐ ഹാവൻ ഫൗണ്ട് എ ഹോട്ടൽ യെറ്റ്. ഇപ്പം നമ്മൾ ആഹാരം കഴിക്കാൻ വേണ്ടി ഹോട്ടൽ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ആൻസർ പറയാം, നോ ഐ ഹാവൻ ഫൗണ്ട് എ ഹോട്ടൽ യെറ്റ് എന്ന് പറയാൻ പറ്റും. ഇനി ഡിഡ് യു ഹാവ് യുവർ ലഞ്ച്. ഇവിടെ നോക്കൂ, ഹാവ് യു ഹാഡ് യുവർ ലഞ്ചിനും ഡിഡ് യു ഹാവ് യുവർ ലഞ്ചിനും വ്യത്യാസമുണ്ടോ? ഹാവ് യു ഹാഡ് യുവർ ലഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉച്ച സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു മണി, 1:30, 1-നും 2-നും ഒക്കെ ഇടയ്ക്കാണെങ്കിൽ, 1 മണിക്ക് 2 മണിക്കും ഇടയ്ക്കാണെങ്കിൽ ഹാവ് യു ഹാഡ് യുവർ ലഞ്ച് എന്ന് ചോദിക്കും. ഇപ്പം ഒരു 3 മണി ഒക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ, 3 മണി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഡിഡ് യു ഹാവ് യുവർ ലഞ്ച് എന്ന് ചോദിക്കും. ഇതിന് അപ്പോൾ പാസ്റ്റ് ടെൻസിലോട്ട് മാറും. മനസ്സിലായോ? മറ്റേ പ്രസന്റ് ടെൻസിൽ തന്നെ ചോദിക്കും. ഇപ്പോൾ ജസ്റ്റ് കംപ്ലീറ്റഡ് ആക്ഷൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഹാവ് യു ഹാഡ് യുവർ ലഞ്ച് എന്ന് ചോദിക്കുന്നത് ഇപ്പോൾ കഴിച്ചോ എന്നറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നതാണ്. അതായത് 1-നും 2-നും ഇടയ്ക്കാണെങ്കിൽ. ഒരു 3 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചോദിക്കുക? ഡിഡ് യു ഹാവ് യുവർ ലഞ്ച് എന്നാണ് ചോദിക്കുക. ഡിഡ് യു ഹാവ് യുവർ ലഞ്ച് എന്നാണ് ചോദിക്കുക. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതായത് പാസ്റ്റ് ടെൻസ് കുറച്ച് താമസിച്ചാണ് നമ്മൾ ചോദിക്കുന്നത് ഡിഡ് യു ഹാവ് യുവർ ലഞ്ച് എന്നും, ഇപ്പോൾ തൊട്ട് മുന്നേ ചോദിച്ചാണെങ്കിൽ ഹാവ് യു ഹാഡ് യുവർ ലഞ്ച് എന്നും ചോദിക്കും. ഇതിൻ്റെ ആൻസർ എന്ത് പറയാൻ നമുക്ക്? യെസ് ഐ ഹാഡ്. യെസ് ഐ ഹാഡ്, അല്ലെങ്കിൽ യെസ് ഐ ഹാഡ് മൈ ലഞ്ച് എന്നും പറയാം. യെസ് ഐ ഹാഡ് മൈ ലഞ്ച് എന്ന് പറയാം. ഇനി നോ ഐ ഡിഡ്ന്റ് ഹാവ് ടൈം. നോ ഐ ഡിഡ്ന്റ് ഹാവ് ടൈം. എനിക്ക് സമയം കിട്ടിയില്ല. നമ്മളിപ്പോൾ യാത്രയിലൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാമല്ലോ, എനിക്ക് ബസ് നിർത്തിയില്ല, സമയം കിട്ടിയില്ല എന്നൊക്കെ നമുക്ക് പറയാം. നോ ഐ ഡിഡ്ന്റ് ലൈക്ക് ദ ഫുഡ്.
എനിക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല എന്ന് പറയാം. ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കാൻ പോയപ്പം നമുക്ക് എവിടെന്നെങ്കിലും ഫുഡ് കിട്ടിയിട്ടുണ്ടാവും, പക്ഷേ നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. ഐ ഡിഡ്ന്റ് ലൈക്ക് ദ ഫുഡ്. അപ്പോഴത്തെ ഫുഡ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. ഓക്കെ, ഇങ്ങനെയായിരിക്കും നമ്മൾ ആൻസർ ചെയ്യുക. അതുപോലെ വിൽ യു ഹാവ് ലഞ്ച് ഹിയർ. ഇവിടെ നോക്കൂ, നമ്മൾ പാസ്റ്റ് ടെൻസ് പറഞ്ഞു, പ്രസന്റ് ടെൻസ് ചോദിച്ചു, ഹാവ് യു ലഞ്ച് ഇപ്പോൾ കഴിക്കാൻ പറഞ്ഞു, പാസ്റ്റിൽ പറഞ്ഞു കഴിച്ചോ എന്ന് നമ്മൾ ചോദിച്ചു. ഇതുപോലെ വിൽ യു ഹാവ് ലഞ്ച് ഹിയർ എന്ന് ചോദിച്ചാൽ നീ ഇവിടെ നിന്ന് ആഹാരം കഴിക്കുമോ എന്നാണ് അർത്ഥം. വിൽ യു ഹാവ് ലഞ്ച് ഹിയർ, ഇവിടെ നിന്നും ആഹാരം കഴിക്കുമോ എന്നാണ് അർത്ഥം. മനസ്സിലായോ? വിൽ യു ഹാവ് ലഞ്ച് ഹിയർ. ഇവിടെ നിന്ന് നമ്മളിപ്പം വീട്ടിലൊക്കെ ആരെങ്കിലും വരുവാണെങ്കിൽ ഒരു 10 മണിക്ക് 11 മണിക്ക് വരുമ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും. വിൽ യു ഹാവ് ലഞ്ച് ഹിയർ. കഴിക്കുവാണെങ്കിൽ നമ്മൾ എന്ത് പറയാം, അവരെന്ത് പറയണം, നമ്മൾ ആൻസർ എന്ത് പറയണം, യെസ് ഐ വിൽ എന്ന് പറയണം. യെസ് ഐ വിൽ ഹാവ് ലഞ്ച് ഹിയർ എന്നും പറയാം, യെസ് ഐ വിൽ എന്നും പറയാം. കഴിക്കില്ലെങ്കിലോ നോ ഐ വോണ്ട്. നോ ഐ വോണ്ട്, ഞാൻ കഴിക്കില്ല. ഇനി യെസ് ഐ വിൽ ഈറ്റ് ഹിയർ. യെസ് ഐ വിൽ ഈറ്റ് ഹിയർ സെയിം തന്നെയാണ്. യെസ് പറഞ്ഞിട്ട് പറയാം നോട്ട് ടുഡേ, നെക്സ്റ്റ് ടൈം ഫോർ ഷുവർ. ഇപ്പോൾ ഒരാൾ ക്ഷണിക്കുമ്പം അയാൾ മനസ്സ് വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറയാം നോട്ട് ടുഡേ, നെക്സ്റ്റ് ടൈം ഫോർ ഷുവർ. നോട്ട് ടുഡേ, നെക്സ്റ്റ് ടൈം ഫോർ ഷുവർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ആർ യു ഗോയിങ് ടു ഹാവ് ലഞ്ച് ഫ്രം ഹിയർ. ഇവിടെ നോക്കൂ, വിൽ യു ഹാവ് ലഞ്ച് ഫ്രം ഹിയർ എന്ന് ചോദിച്ചാൽ നീ ഇവിടെ നിന്ന് ആഹാരം കഴിക്കുമെന്നാണ്. നീ ഇവിടെ നിന്നാണോ ആഹാരം കഴിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു 5 സ്റ്റാർ ഹോട്ടലാണ്, അവിടെ ആകുമ്പോൾ നമുക്ക് എന്താ പറ്റും, ഭയങ്കര കാശ് കൂടുതലാവും അല്ലേ. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻ, അല്ലെങ്കിൽ വളരെ വൃത്തിയായിട്ട ഒരു ഹോട്ടലാണ്, അല്ലെങ്കിൽ വളരെ ചെറിയൊരു ഹോട്ടലാണെങ്കിൽ നമ്മൾ ചോദിക്കില്ല ആർ യു ഗോയിങ് ടു ഹാവ് ലഞ്ച് ഫ്രം ഹിയർ. ആർ യു ഗോയിങ് ടു ഹാവ് ലഞ്ച് ഫ്രം ഹിയർ. നീ ഇവിടെ നിന്നാണോ ആഹാരം കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് പറയാൻ പറ്റും, യെസ് ഐ ആം. നമ്മളിപ്പോൾ ചെറിയ ഹോട്ടലാണെങ്കിലും വലിയ ഹോട്ടലാണെങ്കിലും യെസ് ഐ ആം. കഴിക്കുന്നില്ലെങ്കിലോ നോ ഐ ആം നോട്ട്. യെസ് ഐ ആം ഗോയിങ് ടു ഈറ്റ് ഫ്രം ഹിയർ. ഇങ്ങനെയും പറയും, യെസ് ഐ ആം എന്ന് പറഞ്ഞാലും മതിയാവും, അല്ലെങ്കിൽ യെസ് ഐ ആം ഗോയിങ് ടു ഈറ്റ് ഫ്രം ഹിയർ. നോ ഐ ഡിഡ്ന്റ് ലൈക്ക് ദിസ് പ്ലേസ്. ഇപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ നമുക്ക് ഐ ഡിഡ്ന്റ് ലൈക്ക് ദിസ് പ്ലേസ്. നോ ഐ ഡിഡ്ന്റ് ലൈക്ക് ദിസ് പ്ലേസ് എന്ന് പറയാൻ പറ്റും. നോക്കൂ, ഇനി നമുക്കൊരാളോട് ചോദിക്കണ്ടേ, ഞാൻ ഇന്നത്തെ ആ ലഞ്ച് അറേഞ്ച് ചെയ്യട്ടെ നിനക്ക്, ഞാൻ നിനക്ക് ഫുഡ് അറേഞ്ച് ചെയ്യട്ടെ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് കഴിക്കുന്നു എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ചോദിക്കാം, മേ ഐ അറേഞ്ച് ലഞ്ച് ഫോർ യു. മേ ഐ അറേഞ്ച് ലഞ്ച് ഫോർ യു. ഷാൽ ഐ ഓർഗനൈസ് ലഞ്ച് ഫോർ യു. ഷാൽ ഐ ഓർഗനൈസ് ലഞ്ച് ഫോർ യു. രണ്ടിൻ്റെ അർത്ഥം എന്താ, ഞാൻ നിനക്ക് ഫുഡ് അറേഞ്ച് ചെയ്യട്ടെ, ലഞ്ച് അറേഞ്ച് ചെയ്യട്ടെ എന്നാണ് ചോദിക്കുന്നത്. അപ്പം അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചോദിക്കാം, ക്യാൻ ഐ ഫിക്സ് യു സംതിങ് ഫോർ ലഞ്ച്. സംതിങ് ഫോർ ലഞ്ച് എന്ന് ചോദിക്കാം, സംതിങ് ഫോർ ഈറ്റ് എന്ന് വേണമെങ്കിലും ചോദിക്കാം. ക്യാൻ ഐ ഫിക്സ് യു സംതിങ് ഫോർ ലഞ്ച്. ആൻസർ എന്താ പറയാം, യെസ് പ്ലീസ് ഐ ആം ക്വൈറ്റ് ഹംഗ്രി. യെസ് പ്ലീസ് ഐ ആം ക്വൈറ്റ് ഹംഗ്രി എന്ന് നമുക്ക് പറയാൻ പറ്റും. നോ താങ്ക്സ്. ഇപ്പോൾ വേണ്ടെങ്കിൽ നമ്മൾ എന്താ പറയണം, നോ താങ്ക്സ് എന്ന് പറയണം. യെസ് പ്ലീസ് എന്ന് മാത്രം പറഞ്ഞാലും മതി. ഐ ആം ക്വൈറ്റ് ഹംഗ്രി, നമുക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഐ ആം ക്വൈറ്റ് ഹംഗ്രി എന്നും പറയാം. കഴിക്കുന്നില്ലെങ്കിലോ നോ താങ്ക്സ് എന്ന് പറഞ്ഞാൽ മതി. നോ താങ്ക്സ്. താങ്ക്സ് നമ്മൾ പറയണം. ഓക്കെ, നോ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും ചേർക്കണം കേട്ടോ. നോ ഐ ഡോണ്ട്, അല്ലെങ്കിൽ നോ ഐ വിൽ നോട്ട്, അല്ലെങ്കിൽ നോ താങ്ക്സ് എന്നെങ്കിലും പറയണം. നോ മാത്രം പറഞ്ഞാൽ റൂഡായി പോകും. നോ എന്ന് മാത്രം പറയരുത്. ഓക്കെ, ഹൗ അബൌട്ട് ഈറ്റിംഗ് അറ്റ് മൈ ഹൗസ് ടുഡേ. ഇനി എന്താ ചോദിക്കുന്നത്, നീ എൻ്റെ വീട്ടിൽ നിന്ന് വന്ന് ആഹാരം കഴിക്കുന്നു എന്ന്. എൻ്റെ വീട്ടിൽ നിന്നും ആഹാരം കഴിക്കുന്നു. നമ്മളിപ്പം ഒരു ഫ്രണ്ടിനെ എവിടെയെങ്കിലും ബസ് സ്റ്റാൻഡിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടു, അപ്പോൾ നമുക്ക് ഉച്ചയായി. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഫ്രണ്ടിനോട് ചോദിക്കണം, നീ വീട്ടിൽ വന്ന് ആഹാരം കഴിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഹോട്ടലിൽ പോകണ്ടേ, അപ്പോൾ വീട്ടിൽ വന്ന് ആഹാരം കഴിക്കുന്നു, വീട്ടിൽ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചോദിക്കാം, ഹൗ അബൌട്ട് ഈറ്റിംഗ് അറ്റ് മൈ ഹൗസ് ടുഡേ. ഹൗ അബൌട്ട് ഈറ്റിംഗ് അറ്റ് മൈ ഹൗസ് ടുഡേ എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും. അപ്പോൾ ആൻസർ എന്ത് പറയാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, യു ആർ വെൽക്കം ടു ഈറ്റ് അറ്റ് മൈ ഹൗസ് ടുഡേ. യു ആർ വെൽക്കം ടു ഈറ്റ് അറ്റ് മൈ ഹൗസ് ടുഡേ. എൻ്റെ വീട്ടിൽ വന്ന് ആഹാരം കഴിക്കാൻ നിന്നെ ഞാൻ ക്ഷണിക്കുന്നു എന്ന് നമുക്ക് എന്ന് വേണമെങ്കിലും പറയാം. അല്ലെങ്കിൽ ഹൗ അബൌട്ട് ഈറ്റിംഗ് അറ്റ് മൈ ഹൗസ് ടുഡേ എന്ത് പറയുന്നു, വീട്ടിൽ വന്ന് ആഹാരം കഴിക്കുന്നതിന്, അല്ലെങ്കിൽ നിന്നെ ഞാൻ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു എന്ന് വേണമെങ്കിലും പറയാൻ പറ്റും. അതിൻ്റെ ആൻസർ നമുക്ക് എന്ത് പറയാൻ പറ്റും, കഴിക്കുമെങ്കിൽ ഷുവർ ഐ വുഡ് ലവ് ടു ജോയിൻ യു. ഷുവർ എന്ന് മാത്രം പറഞ്ഞാലും മതി, യെസ് എന്ന് മാത്രം പറഞ്ഞാലും മതി. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ഷുവർ ഐ വുഡ് ലവ് ടു ജോയിൻ യു എന്ന് പറയാം. അല്ലെങ്കിൽ നോ താങ്ക്സ്. നമുക്ക് ഹോട്ടലിൽ നിന്ന് കഴിക്കാം. വി ക്യാൻ ടേക്ക് അവർ ഫുഡ് ഫ്രം എനി ഹോട്ടൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. ഓക്കെ, ഇനി
ക്യാൻ വി ഹാവ് അവർ ലഞ്ച്. ഇവിടെ നോക്കൂ, ക്യാൻ വി ഹാവ് അവർ ലഞ്ചും ഉണ്ട്, ക്യാൻ ഐ ഹാവ് മൈ ലഞ്ച്. രണ്ടും ഏതാണ്ട് സെയിമാണ്. അതായത് ക്യാൻ ഐ ഹാവ് മൈ ലഞ്ച് എന്ന് പറഞ്ഞാൽ ഞാൻ ആഹാരം കഴിച്ചോട്ടെ, അല്ലെങ്കിൽ ക്യാൻ വി ഹാവ് അവർ ലഞ്ച് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആഹാരം കഴിച്ചോട്ടെ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഓഫീസിലോ സ്കൂളിലോ ഒക്കെ ആണെങ്കിൽ ഒരാൾ നമ്മളെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ആരെങ്കിലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് പെർമിഷൻ ചോദിക്കണം. ഇതൊരു പെർമിഷനാണ്. ക്യാൻ വി ഹാവ് അവർ ലഞ്ച് എന്ന് പറഞ്ഞാൽ ഇത് പെർമിഷനാണ് നമ്മൾ ചോദിക്കുന്നത്. നമ്മൾ ആഹാരം കഴിച്ചോട്ടെ, ക്യാൻ ഐ ഹാവ് മൈ ലഞ്ച്, അല്ലെങ്കിൽ ക്യാൻ വി ഹാവ് അവർ ലഞ്ച്. ഇപ്പോൾ ഒരു കൂട്ടം സ്റ്റുഡൻസ് ആണെങ്കിൽ നമുക്ക് ക്യാൻ വി ഹാവ് അവർ ലഞ്ച് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ക്യാൻ ഐ ഹാവ് മൈ ലഞ്ച്. ഓഫീസിലാണെങ്കിലും നമുക്ക് ഇതേ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും. അപ്പം നമ്മൾ യെസ് യു ക്യാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആഹാരം കഴിക്കാം. നോട്ട് നൗ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിക്കാൻ പറ്റില്ല, കുറച്ച് കഴിഞ്ഞിട്ട്. നോട്ട് നൗ, കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം. യു ക്യാൻ ഹാവ് യുവർ ലഞ്ച് ആഫ്റ്റർ ദിസ് സെഷൻ എന്ന് പറയാം, ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദിസ് പ്രോജക്റ്റ് എന്ന് പറയാം, എന്ത് വേണമെങ്കിലും പറയാം. നോട്ട് നൗ എന്ന് പറഞ്ഞ് പറയാൻ പറ്റും. ഇത് പെർമിഷൻ ചോദിക്കുന്നതാണ്. ഇത് നമ്മൾ എവിടെയെങ്കിലും കഴിക്കണമെങ്കിൽ പെർമിഷൻ ചോദിക്കുന്നതാണ്. ഓക്കെ, ഇനി ലെറ്റസ് ഹാവ് അവർ ലഞ്ച്. നമ്മളിപ്പം ഒരു കൂട്ടം ആൾക്കാർ, 2-3 പേര് നമ്മളിങ്ങനെ കൂടിയിരിക്കുകയാണ്. അപ്പം നമുക്ക് അല്ലെങ്കിൽ വീട്ടിൽ ഇങ്ങനെ കൂടിയിരിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നതാണ് ലെറ്റസ് ഹാവ് അവർ ലഞ്ച്. നമുക്ക് ആഹാരം കഴിക്കാം, നമുക്ക് ആഹാരം കഴിക്കാം എന്ന് പറയാം. ഇനിയോ ഷുവർ ലെറ്റസ് ഈറ്റ്. അപ്പം അടുത്ത കൂടെ ഇരിക്കുന്ന ആൾ, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയണം, വേറെ ആളാണ് ലെറ്റസ് ഹാവ് ലഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷുവർ ലെറ്റസ് ഈറ്റ് എന്ന് പറയാം. അതുപോലെ ലെറ്റ് മീ ഹാവ് മൈ ലഞ്ച്. ഇതെന്താ, ഞാനൊന്ന് ആഹാരം കഴിച്ചോട്ടെ, കഴിച്ചോട്ടെ എന്ന് ചോദ്യമല്ല, കഴിച്ചിട്ട് വരാം എന്നുള്ള രീതിയിൽ പറയുന്നത്. ലെറ്റ് മീ ഹാവ് മൈ ലഞ്ച്. ഇപ്പം നമ്മൾ ഒരാളെ എവിടെയെങ്കിലും പോകാൻ വിളിക്കുകയാണ്, അപ്പം ലെറ്റ് മീ ഹാവ് മൈ ലഞ്ച്, അല്ലെങ്കിൽ ലെറ്റ് മീ ഫിനിഷ് മൈ ലഞ്ച് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഞാനിന്ന് ലെറ്റ് മീ ഫിനിഷ് മൈ ലഞ്ച്, അല്ലെങ്കിൽ ലെറ്റ് മീ ഹാവ് മൈ ലഞ്ച്, ഞാനൊന്ന് ആഹാരം കഴിച്ചിട്ട് ഇപ്പോൾ വരാം എന്നുള്ള രീതിയിലാണ് ഇത് പറയുന്നത്. യെസ് പ്ലീസ്. ഇത് അനുവാദം ചോദിക്കുന്നതല്ല, എന്നെ കഴിക്കാൻ അനുവദിക്കൂ എന്നുള്ള ഒരു അർത്ഥത്തിലാണ്. ഞാൻ ആഹാരം കഴിച്ചിട്ട് ഇപ്പോൾ വരാം എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പം നമ്മൾ പറഞ്ഞു യെസ് പ്ലീസ്, കഴിച്ചിട്ട് വന്നോളൂ എന്നുള്ളൊരർത്ഥമാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ആഹാരം കഴിക്കേണ്ട സമയത്ത് ഒരാളെ ഇൻവൈറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കി, എങ്ങനെ നമുക്ക് അതിനുള്ള ആൻസേഴ്സ് കൊടുക്കാമെന്ന് നോക്കി, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി ലഞ്ച് എന്നുള്ളത് ഡിന്നറാക്കി കഴിഞ്ഞാൽ ഡിന്നറായി, രാത്രിയുള്ള കാര്യമായി, ബ്രേക്ക്ഫാസ്റ്റ് ആയി കഴിഞ്ഞാൽ രാവിലെയുള്ള കാര്യമായി. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അപ്പം ഇത്രയും നേരം ക്ഷമയോടെ എൻ്റെ വീഡിയോ കേട്ടിരുന്നതിന് താങ്ക് യു വെരി മച്ച്. ഒപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കാവുന്നതാണ്. അത് നമ്മൾ ക്ലാരിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ, ടേക്ക് കെയർ.